അപ്പൊ അതുകൊണ്ട് നാളെ മുതൽ എന്നതിൽ നിന്ന് മാറി ഇന്ന് മുതൽ എന്ന തീരുമാനങ്ങളിലെത്തണം. മൂന്നാമത്, നമ്മുടെ വിശ്വാസത്തെ കൂടി ബാധിക്കുന്നതാണ് വിപത്തുകളിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമയുടെ 3 വ്യത്യസ്തമായ ഇനങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ ക്ഷമ വേണം. രണ്ടാമത്തേത്, തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ നല്ല ക്ഷമ വേണം. മൂന്നാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇന്റെ ഭാഗമായി നമുക്കുണ്ടാകുന്ന വിപത്തുകളിൽ ക്ഷമിക്കണം. വിപത്തുകളിൽ നന്നായി ക്ഷമ വേണം. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേത് നമ്മൾ പഠിച്ചത് എന്താണ്? നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും ഖദർ, ഖളാ എന്ന് പറയും. അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകമെന്നല്ല, പ്രപഞ്ചമെന്നല്ല എല്ലാം സംഭവിക്കുകയും എല്ലാം ഉണ്ടാകാൻ പോകുന്നതും. അള്ളാഹുവിന്റെ ഖളാ ഉണ്ടാകും. ആ ഖളായിലുള്ള ക്ഷമ നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്നറിയില്ല. മുഅ്മിനായതുകൊണ്ട് മാത്രം സുഹൃതങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് നമ്മൾ ആരും ധരിച്ചു പോകരുത്. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറും നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനല്ല. മസലുൽ മുഅ്മിനി കമസലിസ് സറഅ, മുഅ്മിനിന്റെ ഉപമ കാറ്റിലാടി ഉലയുന്ന പുൽച്ചെടി പോലെയാണ്. ലാ യസാലുൽ മുഅ്മിനു യുസീബുൽ ബലാ, മുഅ്മിനാകുന്ന കാലത്തോളം അവന് പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വേട്ടയാടിക്കൊണ്ടിരിക്കും. രോഗങ്ങളാകാം, പ്രയാസങ്ങളാവാം, കച്ചവടത്തിലെ പ്രയാസങ്ങളാവാം, മക്കളെ കൊണ്ടുള്ള പരീക്ഷണമാവാം, ഭാര്യമാരെ കൊണ്ടുള്ള പരീക്ഷണമാകാം, അധികാരികളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളാവാം, കുടുംബക്കാരെ കൊണ്ടുള്ള പരീക്ഷണങ്ങളാവാം, തെറ്റുകൾ കൊണ്ടുള്ള പരീക്ഷണങ്ങളാവാം. അതുപോലെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പല പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അതാണ് ക്ഷമയുടെ 3ാമത്തെ ഇനം. അങ്ങനെ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമ നമുക്ക് സ്വർഗം തരും എന്നാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. താബിഈങ്ങളിൽപ്പെട്ട അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്ന ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അവര് പറഞ്ഞു അതെ. അപ്പൊ പറഞ്ഞു, ഉൻദുർ ഹാദിഹിൽ മർഅത്തു സൗദാ അതത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണിനെ നോക്കൂ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. ആ പെണ്ണ് കറുത്ത പെണ്ണില്ലേ, ആ പെണ്ണിനെ നോക്കൂ നിങ്ങൾ. അവര് തങ്ങളടുത്ത് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് രോഗമുണ്ട്, അപസ്മാര രോഗമുണ്ട്. രോഗം വരുമ്പോൾ എന്റെ ഔറത്ത് വെളിവാകുന്നുണ്ട്. ആ രോഗം മാറാൻ അങ്ങൊന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചു, ഇൻ ശിഅ്തി സബർതി ഫലകിൽ ജന്ന, ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം തരാം, അല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്തിട്ട് മാറ്റിത്തരാം. ക്ഷമയുടെ ഒരു പ്രതിഫലം. ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഞാൻ രോഗം മാറ്റി. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ സ്വർഗം പിന്നെ എങ്ങനെങ്കിലൊക്കെ രാത്രി ഉറക്കൊഴിച്ചിട്ടൊക്കെ വാങ്ങ, ഈ രോഗം കണ്ട് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്നാ നമ്മൾ കരുതുക. അവര് പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം, പക്ഷേ വലാകിന്നി അല്ലാ അതകശഫു യാ റസൂലല്ലാഹ്, എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാനൊന്ന് ദുആ ചെയ്തു തരണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔറത്ത് വെളിവാകാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മരണം വരെ ആ സ്ത്രീക്ക് അപസ്മാര രോഗം ബാക്കിയാവുകയും ചെയ്തു. രോഗമുണ്ടാകുമ്പോഴേക്ക് ഡിപ്രസ്ഡ് ആവാൻ പാടില്ല. ആത്മഹത്യകൾ പെരുകാണ്. കൊല്ലം കൂടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം ഡിപ്രഷനും അതുപോലെ തന്നെ ആത്മഹത്യയും പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലവും. കേരളം 4ാം സ്ഥാനത്താണുള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 4ാം സ്ഥാനത്താണ് ആത്മഹത്യാ നിരക്കിൽ കേരളമുള്ളത്. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഖദർ ഖളാഇൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഒരു നിലക്കൊരു ഡിപ്രഷനും പിടികൂടൂല. ഏത് ആട്ടി ഇളക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും ഇതെന്റെ റബ്ബ് ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹുല്ലാഹ്, മുത്തുനബി പറഞ്ഞല്ലേ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് വ്യത്യസ്ത രൂപങ്ങളിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നാണ്. അതുകൊണ്ട് നല്ല ക്ഷമിക്കാനുള്ള ഒരു കഴിവ്, ക്ഷമിക്കാനുള്ള തീരുമാനമുണ്ട്. ആ ക്ഷമയാണ് വിശുദ്ധ റമദാൻ നമ്മളിൽ ഉണ്ടാക്കേണ്ട ആദ്യത്തെ പാഠം. അതുകൊണ്ട് തീരുമാനങ്ങൾ എഴുതി വെച്ച് റമദാൻ 30 വരെ
കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് യാതൊരു നിലക്കും അതിനെ വഴിയിലിട്ട് ഉപേക്ഷിക്കാതെ ഞാൻ തീരുമാനിച്ച തീരുമാനങ്ങൾ റമദാനിൽ മുഴുവനായി ഞാൻ പുലർത്തുമെന്നും തുടർന്നും ഞാൻ കൊണ്ടുപോകുമെന്നുമുള്ള തീരുമാനങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മുടെ പള്ളികളിൽ വ്യത്യസ്തമായ ആത്മീയമായ വിഭവങ്ങൾ നമ്മുടെ പള്ളിയിൽ റമദാൻ കൊണ്ട് സമ്പന്നമാവുകയാണ്. ഇന്ന്